ശത്രുക്കളെ വീടിനകത്തേക്ക് കൊല്ലാൻ കയറി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നായില ബീബിയുടെ തലയിലെ തുണിയൊന്നു മാറിയപ്പോ ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, നായില, ഈ ശത്രുക്കൾ എന്നെ കൊല്ലാൻ വരുന്നതിനേക്കാളും എനിക്ക് പേടി, ഈ ശത്രുക്കള് എന്നെ കൊല്ലാൻ കേറി വരുന്നതിനേക്കാളും എനിക്ക് പേടി നിന്റെ മുടിവര് കാണുന്നതാണ് നായില, നിന്റെ ഔറത്തിവര് കാണുന്നത് എനിക്ക് പേടിയാനായില്ല, അവരെന്നെ കൊന്നാ കൊല്ലട്ടെ നായില, നീ തലമറയ്ക്കനായില്ല, നീ തലമറയ്ക്കനായില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് പേടിയാനായില്ല. തന്നെ കൊല്ലുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് ആള് ഇരച്ചു കയറിയപ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ ഭാര്യയുടെ തലയിലെ തുണിയൊന്നു മാറിയിട്ട് ഒരു മുടിയങ്ങ് താഴേക്ക് വീഴുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നായില, തലമറയ്ക്കനായില്ല, തലമറയ്ക്കനായില്ല. മരണത്തിന്റെ വേളയിൽ പോലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ഉപദേശം കൊടുക്കുകയാ. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രാജ്യം ഭരിക്കുമ്പോ അല്ലാഹുവേ, സഹാബത്ത് മുഴുവനും യുദ്ധത്തിന് പോയി, സഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയി. ഹജ്ജിന് പോയ സമയത്ത് ശത്രുക്കളെ കടന്നു വരികയാണ്. 600ഓളം വരുന്ന ശത്രുക്കൾ നാട്ടിലേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളയുകയാണ്. വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ സമ്മതിക്കുന്നില്ല, ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും വീടിനകത്ത് പട്ടിണി കിടക്കുകയാ. പടച്ചവനെ, വെള്ളിയാഴ്ച ദിവസം പോലും ഉസ്മാൻ തങ്ങളെ പുറത്തു വിട്ടില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വീടിനകത്തതാ മുസല്ലയിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ, നീ മരിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഉസ്മാൻ തങ്ങൾ തന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ ശത്രുക്കള് വീട് വളഞ്ഞിരിക്കുകയാണ്. അവസാനം ശത്രുക്കള് കൊല്ലുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് ഇരച്ചു കയറി, വീടിനകത്തേക്ക് ഇരച്ചു കയറി. പെട്ടെന്ന് ശത്രുക്കള് വീടിനകത്തേക്ക് കൊല്ലുന്നതിന് വേണ്ടി ഇരച്ചു കയറുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ ശത്രുക്കള് വീടിനകത്തേക്ക് പെട്ടെന്ന് ഇരച്ചു കയറിയപ്പോ വെപ്രാളത്തില് ചാടി എഴുന്നേറ്റു, വെപ്രാളത്തില് ചാടി എഴുന്നേറ്റു. ആ ചാടി എഴുന്നേക്കുമ്പോ തലയിലെ തുണിയൊന്നു മാറുകയാ. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ തലയിലിട്ട തുണിയുണ്ടല്ലോ, ആ തലയിലെ തുണിയൊന്ന് പുറകോട്ട് മാറുകയാണ്. ശത്രുക്കളെ വീടിനകത്തേക്ക് കൊല്ലാൻ കയറി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നായില ബീബിയുടെ തലയിലെ തുണിയൊന്നു മാറിയപ്പോ ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, നായില, ഈ ശത്രുക്കൾ എന്നെ കൊല്ലാൻ വരുന്നതിനേക്കാളും എനിക്ക് പേടി, ഈ ശത്രുക്കള് എന്നെ കൊല്ലാൻ കേറി വരുന്നതിനേക്കാളും എനിക്ക് പേടി നിന്റെ മുടിവര് കാണുന്നതാണ് നായില, നിന്റെ ഔറത്തിവര് കാണുന്നത് എനിക്ക് പേടിയാനായില്ല, അവരെന്നെ കൊന്നാ കൊല്ലട്ടെ നായില, നീ തലമറയ്ക്കനായില്ല, നീ തലമറയ്ക്കനായില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് പേടിയാനായില്ല. തന്നെ കൊല്ലുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് ആള് ഇരച്ചു കയറിയപ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ ഭാര്യയുടെ തലയിലെ തുണിയൊന്നു മാറിയിട്ട് ഒരു മുടിയങ്ങ് താഴേക്ക് വീഴുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നായില, തലമറയ്ക്കനായില്ല, തലമറയ്ക്കനായില്ല. മരണത്തിന്റെ വേളയിൽ പോലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ഉപദേശം കൊടുക്കുകയാ. വഴുത് കേൾക്കാമെന്ന വാപ്പാ,
നിന്റെ ഭാര്യ തലയിൽ തുണിയിടുന്നില്ലല്ലോ, നിന്റെ ഭാര്യ മുടി പുറത്ത് കാണിച്ച് നടക്കുകയല്ലേ, മക്കൾ പുറത്തു മറയ്ക്കാതെ നടക്കുകയല്ലേ, നിന്റെ ആൺകുട്ടികൾ കീറിയ പാന്റ് ധരിച്ച് നടക്കുകയല്ലേ, അത് തെറ്റല്ലേ ബാപ്പാ, അത് പാപമല്ലേ ഉപ്പാ? എന്തുകൊണ്ട് തിരുത്തി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് തിരുത്തി കൊടുക്കുന്നില്ല? പടച്ചവനെ, ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവേ, സങ്കടം തോന്നാറുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാരികളെ കാണുമ്പോ. അല്ലാഹുവേ, ജീൻസ് പാന്റും ഇട്ടുകൊണ്ട് ടീഷർട്ടും ഇട്ടുകൊണ്ട് എന്തിനാ മോളെ തലമറയ്ക്കുന്നത്? എന്തിനാ മോളെ തലമറയ്ക്കുന്നത്? എന്തിനാ പരിഹസിക്കുന്നത്? എന്തിനാണ്? അല്ലാഹുവേ, പണ്ടത്തെ കപത ഇന്നത്തെ പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് പടച്ചവനെ ഒരു പേടിയുണ്ടായിരുന്നു. ഇന്ന് പേടിയൊക്കെ മാറിയടോ. ഇന്ന് ഉമ്മത്തിന് ഭയമില്ല. ഉസ്താദേ, നിങ്ങൾ എത്ര വാഴ് പറഞ്ഞാലും ഞങ്ങൾ നാറൂല, ഞങ്ങൾ നന്നാകില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ് നാണം കെടുന്നതല്ലാതെ ഒരു മാറ്റവുമില്ല ഉസ്താദേ. ഞങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് അടിച്ചു പൊളിക്കാനുള്ളതാ, ആസ്വദിക്കാനുള്ളതാ, സുഖിക്കാനുള്ളതാ. ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ, പെണ്ണെ, നിന്റെ ഒരു മുടി പോലും പുറത്ത് കാണരുത്, നിന്റെ തലമുടി നിന്റെ ഔറത്താണ്. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് പടച്ചവനെ ഭയന്ന് ജീവിക്കാൻ ഉസ്താദന്മാര് പറയുമ്പോ, പെണ്ണേ, നരകത്തിലധികവും പെണ്ണുങ്ങളാണെന്ന് വാഴു പറയുമ്പോ ഇന്നത്തെ യുവതലമുറ പറയുന്നത്, ഉസ്താദേ, നരകമിരിക്കുന്നത് എവിടെയാ? പറയുന്നല്ലോ, നരകമുണ്ടെന്ന്. നരകമിരിക്കുന്നത് എവിടെയാണ്? ആകാശത്തിലാണോ, കടലിനടിയിലാണോ, അതോ ഭൂമിക്കടിയിലാണോ? അല്ലാഹുവേ, പരിഹസിക്കുകയാ, കളിയാക്കുകയാ. എന്റെ യുവതലമുറയോട് പറയുകയാ, മക്കളെ, മോനെ, ഞങ്ങളൊക്കെ നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നിനക്കൊക്കെ വിശ്വാസം വരുന്നില്ലെങ്കിലോ എവിടെയാണെന്ന് ചോദിക്കുന്ന യുവത്വമേ, കണ്ണിന്റെ മുമ്പിൽ വരുന്ന ഒരു ദിവസമുണ്ട്. ആ നരകത്തെ അല്ലാഹു നിന്റെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിനക്ക് കാണാൻ നരകത്തെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ചവനെ, നാളെ നരകത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും അതാ ജിബ്രീൽ ചെന്നിട്ട് പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. 70,000 ചങ്ങല, 70,000 ചങ്ങല കൊണ്ടുവന്നിട്ട് നരകത്തെ കെട്ടുകയാണ്, നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. സുബ്ഹാനല്ലാഹ്, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടോ. 70,000 മലക്കുകള് ഒരു ചങ്ങലയിൽ പിടിക്കുകയാണ്. അതുപോലെ 70,000 ചങ്ങല. എന്നിട്ട് നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ എന്ന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് പറയുകയാണ്. ചെറുപ്പക്കാരാ, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, അബ്സറിനാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട് റബ്ബേ, നരകത്തെ കണ്ടു, നരകത്തിന്റെ തീ കണ്ടു, നരകത്തിന്റെ വലിപ്പം കണ്ടു, നരകത്തിന്റെ ശിക്ഷ കണ്ടു. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു പടച്ചവനെ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ടു നാഥാ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് എന്റെ യുവതലമുറയോട് പറയുകയാ, എല്ലാം മറന്നുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ എങ്ങനെ നടന്നാലും നമുക്കൊന്നുമില്ലടോ. നീ എങ്ങനെ വേണമെങ്കിലും നടക്ക്, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്ക്, എങ്ങനെ വേണമെങ്കിലും ജീവിക്ക്, ഞങ്ങൾക്കൊന്നുമില്ല. ഉസ്താദേ, അല്ലാഹു തന്ന ആയുസ് അടിച്ചു പൊളിക്കാനുള്ളതാ, ആസ്വദിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതല്ല. എങ്കിൽ എങ്ങനെ വേണമെങ്കിലും
വേണമെങ്കിലും നടന്നോ, ഖുർആനിലെ ഒരായത്ത് മറക്കല്ലേ, ഖുർആനിലെ ഒരായത്ത് മറക്കല്ലേ. ഏതായത്തെന്നറിയോ? ഒന്നാമത്തെ ആയത്ത് നിനക്കറിയാ, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത്. പെങ്ങളെ, തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങളെ, വയറ് പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, മക്കളെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവര് കേട്ടോ, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നവര് കേട്ടോ, ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? ഓർത്തുവെച്ചോ നീയൊക്കെ, ഓർത്തുവെച്ചോ നീയൊക്കെ. ഏതായത്താണെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതു മറന്നാലും നീയൊന്നും ഇത് മറക്കരുത്. എന്റെ യുവതലമുറയോട് പറയുകയാണ്, എന്റെ യുവത്വത്തോട് പറയുകയാണ്, ഏതായത്ത് മറന്നാലും ഇത് മറക്കല്ലേടാ മോനെ. അല്ലാഹ് പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓന്തോടിയാൽ എവിടെ വരെ ഓടാനാ? പഴയ ആൾക്കാര് പറയുമല്ലോ, ഓന്തോടിയാ എവിടെ വരെ ഓടാനാ? നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? പെങ്ങളെ, നീയൊക്കെ എവിടെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ മുമ്പിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരും, നിന്നെയൊക്കെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസമുണ്ട്, ഓർത്തുവെച്ചോ. അതുകൊണ്ട് വഴുത് കേൾക്കാമെന്ന വാപ്പയോട് പറയുകയാണ്, നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടാ, നിന്റെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടാ, അത് തിരുത്തണേ വാപ്പാ, അവരെ നന്നാക്കണേ വാപ്പാ. അല്ലാതെ നീ കൂടെ കൂടിയാ, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു നിന്നെ നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വാപ്പ നീ എത്ര നല്ലവനാണെങ്കിലും നീ നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ കണ്ടോ, കീറിയ പാൻറ്റും ധരിച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹു ആ മക്കളുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഒരു നല്ല പാൻറ് പോലും വാങ്ങിച്ചിടാൻ പറ്റുന്നില്ല മക്കൾക്ക്. അല്ലാഹു അവന്റെ വാപ്പായിക്ക് അല്ലാഹു നല്ല മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. കീറിയ പാൻറ് ധരിച്ചുകൊണ്ട് ഔറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നു മക്കൾ. ആരോടാ ഇത് പറയുന്നേ? ഇപ്പൊ വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നോക്കണം. എല്ലാം വയത് കേട്ടിട്ടുണ്ട്. വയലൊക്കെ കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ ഈ വാപ്പാമാരിൽ പലരും ഈ ഉടുത്ത മുണ്ടങ്ങിട്ട് മടക്കിയിട്ട് ഒരു ഉടുത്തുണ്ട്, വാപ്പാടെ തൊട വരെ വെളിയിൽ കാണാം. ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പലരും തിരിച്ചു പോകുന്ന കോലവാ ഞാൻ പറയുന്നത്. മാക്സിമം എത്ര പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കി ഉടുത്തിട്ടാ നടക്കുന്നത്. പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഫർദയും ഹിജാബൊക്കെ ധരിച്ചിരിക്കുന്നു. ഇതിന്റെയൊക്കെ വീട്ടിലവസ്ഥ നിങ്ങൾക്ക് അറിയോ? വീട്ടിലവസ്ഥ അറിയുവോ? നെയ്റ്റസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം വീട്ടിൽ ചെന്ന പുതിയ തലമുറ സായിപ്പിന്റെ നിക്കർ ഇട്ടോണ്ടാ 18കാരൻ നടക്കുന്നത്. ആരുടെ മുമ്പിലൂടെ? 16 വയസ്സുള്ള 15 വയസ്സുള്ള പ്രായപൂർത്തിയായ കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു. തെറ്റല്ലേ വാപ്പ? തെറ്റല്ലേ വാപ്പ? എന്റെ പെണ്ണിനോട് ചോദിക്കുന്നു, ഉമ്മ നിന്റെ മകള് ബെഡ്റൂമിനകത്ത് ധരിക്കേണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ മകന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അത് പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദെ കൂടപ്പറപ്പുകളല്ലേ, എന്താ കൂടപ്പറപ്പിന് കാണാൻ പറ്റുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ? കൂടപ്പറപ്പിന് ഔറത്ത് കാണാൻ പറ്റുമെന്ന് ആരാ പഠിപ്പിച്ചു തന്നെ? വാപ്പാട് ഔറത്ത് മക്കൾക്ക് കാണാവോ? ഉമ്മയുടെ ഔറത്ത് മക്കൾക്ക് കാണാവോ? അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? നല്ല മക്കളെത്താ, നല്ല മക്കളെത്താ എന്ന് ദുആ ചെയ്താൽ കിട്ടില്ല. മക്കളെ വളർത്തേണ്ടത് എങ്ങനാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏത് മക്കൾ? 25 വയസ്സുള്ളവനല്ല, 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് 3 സമയങ്ങളിൽ വാപ്പായും ഉമ്മായും റൂമിലുള്ളപ്പോ വാതിൽ മുട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കേറാവൂ, ഇല്ലാതെ കേറരുത്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഏതാ 3 സമയം? ഒന്ന് വെളുപ്പാങ്കാലം,
2 ഉച്ച സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മക്കൾ വാപ്പാടെയും ഉമ്മാടെയും റൂമിൽ കയറാൻ പാടില്ല. എന്തുകൊണ്ട് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ആണുങ്ങളായ നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശം ആണുങ്ങളൊക്കെ മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങുന്നേ. രാത്രി കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് 4 മണിക്കാകട്ടെ 5 മണിക്കാകട്ടെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയുന്നത് ഈ ഉടുത്ത മുണ്ട. എൻ്റെ മുണ്ടവിടെ പെണ്ണുമ്പിള്ള പറയും കട്ടിലിനടി കിടക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ മുണ്ടെടുത്തുടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, വെളുപ്പാങ്കാലത്ത് 4 മണിക്കോ 4:30ക്കോ 5 മണിക്കോ വീട്ടിൽ നിങ്ങൾ ബെഡ്റൂമിനകത്ത് കിടക്കുമ്പോ ഈ കൊച്ചു മക്കള് അനുവാദം ചോദിക്കാതെ വീടിനകത്ത് കയറി വന്ന കാണുന്ന അവസ്ഥ, പടച്ചവനെ, ഗോവയിൽ സായിപ്പ് കടപ്പുറത്ത് കിടക്കണ പോലെ വാപ്പ ഇങ്ങനെ കിടക്കാം. വാപ്പാടെ ഔറത്തും തുറന്നിട്ട് വാപ്പ ഇങ്ങനെ കിടക്കുകയാ. അപ്പൊ നിങ്ങൾ ചിന്തിച്ച്, ഈ 10 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു മകൻ ഉമ്മാടെ ഔറത്ത് കണ്ട അവൻ എന്തെങ്കിലും തോന്നുവോ? അവന്റെ കാര്യം പോകട്ടെ, 50 വയസ്സുള്ളവന് തോന്നുവോ? എടാ, വാപ്പയുടെയും ഉമ്മയുടെയും ഔറത്ത് കണ്ടാൽ മക്കൾക്കൊന്നും തോന്നില്ല. അത് 10കാരനും തോന്നില്ല, 50കാരനും തോന്നില്ല. എന്നിട്ടും അള്ള പറഞ്ഞതെന്താ? ഉമ്മാടതാണെങ്കിലും വാപ്പാടതാണെങ്കിലും മക്കള് കാണണ്ട. ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും മക്കള് കാണണ്ട. കാരണം കണ്ടു കഴിഞ്ഞാൽ അതവരുടെ ഭാവിയിൽ ദോഷം ചെയ്യും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്ന് ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന, ഇന്ന് വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഇംഗ്ലീഷ് പടം കാണുന്ന കാലം. എന്ത് ഔറത്ത്, എന്ത് കണ്ടാൽ ഇവിടെ എന്ത് കുഴപ്പം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഇന്നത്തെ തലമുറയ്ക്ക് ചെറിയ കുട്ടികൾക്ക് ബോധമില്ലാന്നൊന്നും പറയരുത്. ഒരു കുട്ടി എന്നോട് പറയുന്നു, ഉസ്താദെ, എന്റെ ഉമ്മ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. ഉസ്താദ്, എൻ്റെ ഉമ്മ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു അന്യ പുരുഷന്റെ കൂടെയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത്. അത് പാപമല്ലേ ഉസ്താദെ എന്നൊരു ചെറിയ കുട്ടി എന്നോട് ചോദിച്ചു. അള്ളാഹു ആ പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. നല്ല കാര്യം, പഠിച്ചോ, ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പൊക്കോ. എന്തിനാ പെണ്ണെ? ആണുങ്ങൾ മാത്രം പഠിപ്പിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്തേ? പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, എന്തേ അവിടെ പോകാത്ത? ഉസ്താദ്, ആണുങ്ങളാകുമ്പോ ഇത്തിരി ധൈര്യത്തിലൊക്കെ, അല്ല, നിന്റെ കെട്ടിയവനുണ്ടല്ലോ, ഓൻ ഓടിക്കാനൊന്നും അറിയത്തില്ലേ? അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കളുണ്ടല്ലോ, ആ മക്കൾ ഇന്നത്തെ തലമുറ. ഞാൻ ഇന്നലെ വയലിന് പോയ സ്ഥലത്ത് ഒരു കുട്ടി എന്നോട് ചോദിച്ച കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ അവസ്ഥ ഇതാ. വാപ്പ വീട്ടിൽ പോകും, നിസ്കാരവും ദിക്റും ദുആയും വലിയ മഹാന. വീട്ടിൽ ചെല്ലുമ്പോ കാണുന്ന അവസ്ഥ എന്താ? വാപ്പ മഗ്രിബ് നിസ്കരിച്ച് ഇശായി ഹദ്ദാദ് ഓതി, ഉസ്താദ് ഇശായി നിസ്കരിച്ചു, പള്ളിയിൽ നിന്ന് ദുആയും ചെയ്തു, ഉസ്താദിനെ മുസാഫഖത്ത് ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോ പെണ്ണുമ്പോഴുള്ള കാലിന്റെ മുകളിൽ കാലും കയറ്റിയിട്ടിരുന്ന് സീരിയൽ കാണുകയാ. സുബ്ഹാനല്ലാഹ്. ആലോചിക്കേ, തെറ്റല്ലേ വാപ്പ? സീരിയൽ കാണാൻ പറ്റുവോ? പറ, സീരിയൽ കാണാൻ പറ്റുവോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? സിനിമയും സീരിയലും കാണാൻ പറ്റുവോ? കാണാൻ പറ്റുവോ? കാണാൻ പറ്റുവോ? എന്നിട്ട് വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. വീട്ടിൽ മേടിച്ചു വെച്ചിട്ടില്ലേ? ഭാര്യയും മക്കളും കാണുന്നില്ലേ? നീ ഇങ്ങനെ നടന്നോ? നീ എവിടെ പോകാനാ? നീ എവിടെ പോകാനാ? അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹ് നാളെ നിന്നെ പിടിച്ചു നിർത്തും. വാപ്പ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ ആദ്യം ആ ശവപ്പെട്ടി എടുത്ത് തൂരക്കള. നിന്റെ വീട്ടിൽ സമാധാനം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. തെറ്റ് തന്നെ ആര് ചെയ്താലും, ഏത് ഉസ്താദ് പറഞ്ഞാലും തെറ്റ് തന്നെയാ. അത് എത്ര വലിയവനാണെങ്കിലും തെറ്റ് തന്നെയാ. ഒരു മസലയില്ലടോ. നിങ്ങൾ ഏത് പണ്ഡിതന്മാരോട് ചോദിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, നിങ്ങളൊരു ഭരണാധികാരിയാ, നിങ്ങളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നവരാ. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നിങ്ങളെ പിടിച്ചു നിർത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നാളെ പരലോകത്ത് നാണം കെട്ട് വരുന്ന ഒന്നാമത്തെ വിഭാഗം അവരാണ്. പെങ്ങളെ, എന്നോട് ദേഷ്യം തോന്നരുത്. ഉസ്താദേ, എവിടെ വഅദ് പറഞ്ഞാലും ഞങ്ങളെ കുറ്റം പറയുന്നല്ലോ. പെണ്ണുങ്ങൾക്കുള്ള ഒരു പരാതിയാണ്, ഏത് ഉസ്താദന്മാര് വഅദ് പറഞ്ഞാലും ഞങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ. പെങ്ങളെ, എന്തിനാ പറയുന്നതെന്നറിയോ? നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാ. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ എനിക്ക് പേടിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ 8 വർഷം മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തി. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 8 കൊല്ലം മുമ്പ് ഞാൻ വഅദ് പറഞ്ഞു. ഇന്ന് എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഉസ്താദന്മാരൊക്കെ കേൾക്കണം കേട്ടോ.
കേട്ടാ? നിങ്ങളൊക്കെ കേട്ടോ? ഞാൻ 29 കേസിലെ പ്രതിയ എന്ത് ചെയ്യുന്നറിയോ? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ ആകെ ഒരു സമാധാനമുണ്ട്. 29 കേസും കൊടുത്തത് നമ്മുടെ ഉമ്മത്ത. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാലോചിക്കേണ്ടത്. ഇവിടെ ദീൻ പറഞ്ഞുള്ള അവസ്ഥ ഇതാ പെണ്ണുങ്ങളുടെ അവസ്ഥ. ഞാൻ പറയട്ടെ, നിങ്ങളോട് ദേഷ്യം ഉള്ളത് കൊണ്ടല്ല പറയുന്നത്. എടോ പെങ്ങൾ സഹോദരി, നീ മനസ്സിലാക്കേണ്ടത് ഭർത്താവ് നല്ല മനുഷ്യനാ. ഭർത്താവ് നല്ല മനുഷ്യന, ആലിമ, ഹാഫിള, തങ്ങള, നബിയ, പ്രഭാഷകന, ആരുമാകട്ടെ, ഭർത്താവ് നല്ലവന. ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. എന്തേ? ഞാൻ തെളിവ് സഹിതം പറഞ്ഞു തരാം. പാപ്പ, നീ നിസ്കാരവും നോമ്പും ദിക്റൊക്കെ ഉള്ള നല്ലവന, പക്ഷെ നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ ആര് തലതിരിഞ്ഞു പോകും? ആര് തലതിരിഞ്ഞു പോകും? മക്കള് തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. തെളിവ് വേണോ? തെളിവ് വേണോ? 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ നൂഹ് നബി അലൈഹിസ്സലാം, ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബി. ഭാര്യ മുസ്ലിമായോ? പറ, ഭാര്യ മുസ്ലിമായോ? നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിമായോ? ആയില്ല. മക്കള് തലതിരിഞ്ഞു പോയി. തന്റെ പൊന്നുമകൻ ചാകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകന, 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ. എന്നിട്ടും തന്റെ ഭാര്യ മുസ്ലിമായില്ല. അവൾ വഴിപിഴച്ചവളായി. അവളുടെ സ്വന്തം മകൻ തൂഫാനിൽ മുങ്ങിച്ചാകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. 2, ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി നബിയായിരുന്നു, പക്ഷേ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല, മകനും വിശ്വസിച്ചില്ല, തലതിരിഞ്ഞു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെണ്ണ് നല്ലവളാണെങ്കിൽ, ഭർത്താവ് കൊള്ളാത്തവനാണെങ്കിലും പെണ്ണ് നല്ലവളാണോ നന്നാക്കി കളയും. ഭർത്താവ് മോശക്കായി എത്രയോ കള്ളുകുടിയന്മാരെ നന്നാക്കിയ പെണ്ണുങ്ങളുണ്ട്. നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിച്ച ഭാര്യമാരുണ്ടല്ലോ. അതുകൊണ്ടാ പെങ്ങളെ നിങ്ങളോട് പറയുന്നത്. കാരണം ഒരു നല്ല പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ വളരുകയുള്ളൂ. ഖുർആൻ വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. ഖുർആൻ പറയുകയാ, ഒരു പെണ്ണ് നന്നായാൽ ഈ ഒരു കുടുംബം നന്നാകുമടോ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാ നല്ല മക്കൾ വളരുന്നത്. ഉമ്മ നല്ലവളായാൽ ആ കുടുംബം തന്നെ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടല്ലാതെ നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അതുകൊണ്ട് വാപ്പാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ അത് തിരുത്തിയില്ല, നിസാരമാക്കി, വിട്ടുവീഴ്ച ചെയ്ത് കളഞ്ഞ അള്ളാഹു നിന്നെ വിടത്തില്ല വാപ്പാ. നീ നാളെ പരലോകത്ത് അള്ളാഹു നിന്നെ നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? നാളെ പടച്ചവനെ പരലോകത്തേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? ഉറുമ്പിന്റെ രൂപത്തിലാണ് അല്ലാഹ് അവരെ കൊണ്ടുവരുന്നത്. നബി തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ സ്വഹാബാ? നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദുർരി ഫീ സൂരി റിജാൽ യഗ്ശാഹുമുദ് ദുല്ലു മിൻ കുല്ലി മകാൻ. നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരികയാണ് ഉറുമ്പിന്റെ രൂപത്തിൽ അല്ലാഹു നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട്. അവര് നാണം കെട്ടവരായിട്ടാണ് കടന്നു വരുന്നത്. അവര് കള്ള് കുടിച്ചവരല്ല, അത് വ്യഭിചരിച്ചവരല്ല, പലിശ തിന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, ശിർക്ക് ചെയ്തവരല്ല. പിന്നെ അവരാരെന്നറിയുവോ? അഹങ്കാരികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരമുള്ളവരുണ്ടല്ലോ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. അതുകൊണ്ട് പടച്ചവനെ, അഹങ്കാരികൾ എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേക്കണം, എന്നെ ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ പരിഗണിക്കണം. പടച്ചവനെ, ജനങ്ങളുടെ മുമ്പിൽ വലിയവനാകാ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ,
പരസ്യമായിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ടല്ലോ, ഫ്ലക്സ് അടിച്ചു വെക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പാവപ്പെട്ടവനെ പുച്ഛമാടോ, അവനെ വല്ലാത്ത അവഗണനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജനങ്ങളുടെ മുമ്പിൽ വലിയവനാകാൻ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അല്ലാഹു നാളെ നിന്നെ കൊണ്ടുവരികയാണ് ഉറുമ്പിന്റെ രൂപത്തില്. ഉറുമ്പിന്റെ അത്രയേ ഉള്ളൂ. കറുത്ത ഒരു ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? അതുപോലെ ചെറിയ ഒരു മനുഷ്യനാക്കി നാണം കെടുത്തി അല്ലാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? നിന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. രണ്ടാമത്തെ വിഭാഗം അഹങ്കാരമുള്ളവർ. എല്ലാവരുടെ മുമ്പിൽ എന്നെ കാണുമ്പോ എഴുന്നേക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, ഞാൻ വലിയവനാണെന്ന് പറയണം. അതിനു വേണ്ടി ജീവിക്കുന്നവരുണ്ട്. നാളെ ഉറുമ്പിന്റെ രൂപത്തിൽ നാണം കെടുത്തിയിട്ട് അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കാർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? നമുക്കാർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഒരു കള്ളം പറഞ്ഞു. അല്ലാഹു പുറത്തേരുമാറാകട്ടെ. അല്ലാഹു പുറത്തേരുമാറാകട്ടെ. ഈ പൊക്കിയത് തന്നെ എന്തിനാ? നരച്ചിക്ക്. ഈ പൊക്കിയതിലുണ്ടല്ലോ ശൈത്താൻ പല രൂപം നോക്കുന്ന. ഒരു മഹാന്റെ അടുക്കൽ ചെന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു അത്രേ, 40 കൊല്ലമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ ഞാൻ നടക്കാം, ഞാൻ തോറ്റു, ഞാൻ പോവാ, നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല, ഞാൻ പോവാ. എങ്ങനെ? 40 കൊല്ലമായിട്ട് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോറ്റുപോയി, ഈ പണി നിർത്തിയിട്ട് ഞാൻ പോവാന്ന്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു എന്തെന്നറിയോ? നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ലെന്ന്. ഇങ്ങനെ പറയുമ്പോഴെങ്കിലും മനസ്സിൽ എന്തെങ്കിലും തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്. അപ്പോഴും പറഞ്ഞു, എടാ നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരടയാളമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരടയാളം നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ അടയാളമുണ്ടോ നോക്ക്. ഈ പറയുന്ന അടയാളം നിനക്കുണ്ടെങ്കിൽ നിനക്ക് അഹങ്കാരമുണ്ട്, ഇല്ലെങ്കിൽ നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരടയാളം പറഞ്ഞു തരട്ടെ. ഒരടയാളം പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഒരടയാളം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ദുസ്വഭാവം നിനക്കുണ്ടോ എന്ന് നോക്ക്. എന്താണ് അടയാളം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് ഉമർ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. അതാ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ ഉമർ തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ ചെന്നു. അവിടെ ഇഖാമത്ത് കൊടുത്തു. സുബഹിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. അവിടെ ഫാത്തിഹ ഓതി, സൂറത്ത് ത്വാഹ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നിട്ട് പള്ളിയുടെ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കുത്തിക്കേറ്റി. എന്നിട്ട് അവൻ ഇറങ്ങി ഓടുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തി താഴെയിട്ടു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി. പടച്ചവനെ, എല്ലാവരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് മനസ്സിലായി ഇനി നിസ്കരിക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. അവിടത്തെ ശരീരം തളരുകയാ. ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ആരെങ്കിലും കേറി നിന്ന് നിസ്കരിക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. അതാ മുമ്പിലേക്ക് കേറി നിന്ന് നിസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾ മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ ഉമർ തങ്ങൾ കിടക്കുമ്പോ എല്ലാ
എല്ലാവരും ഉമർ തങ്ങളെ കാണാൻ വരുന്നുണ്ട്. എല്ലാവരും ഉമർ തങ്ങളെ കാണാൻ വരുന്നുണ്ട്. എല്ലാവരും ഉമർ തങ്ങളോട് സമാധാനിപ്പിക്കുന്നുണ്ട്. പല ഉപദേശങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഉമർ തങ്ങള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വരികയാ. ഒരു ചെറുപ്പക്കാരൻ വരികയാ. യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഉമർ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഉമറേ, നീ ആരായിരുന്നെന്നറിയുവോ? ഉമറേ, നീ ആരായിരുന്നെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയവനാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, തങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയവനാ. അല്ലാഹുവേ, അങ്ങനെയുള്ള നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയല്ലേ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയ, രണ്ടാമത്തെ ഖലീഫയല്ലേ? ഉമർ തങ്ങളെ, നിങ്ങളെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ലല്ലോ. നിങ്ങളെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ലല്ലോ. യുദ്ധം ഹറാമായ ഈ നാട്ടിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഷഹീദാകാൻ പറ്റിയില്ലേ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ ചിരിക്കുകയാ, സന്തോഷം കൊണ്ട് കരയുകയാ. അവസാനം ഈ ചെറുപ്പക്കാരൻ മടങ്ങി പോവുകയാണ്. ഉമർ തങ്ങളോട് സലാം പറഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഏ പൊന്നുമോനെ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങള് ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോനെ ഒന്ന് നിൽക്കടാ. മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്. നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉമർ തങ്ങൾ പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രമിടുന്നത് പടച്ചവന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്ന കാര്യമാണ്. മോനെ, അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ് വസ്ത്രം വലിച്ചിടച്ചു കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലേക്ക് കൊടുക്കണേ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഒന്ന് എഴുന്നേക്കണേ വാപ്പാ, എല്ലാരും ഒന്ന് എഴുന്നേക്ക്, എല്ലാവരും ഒന്ന് എഴുന്നേക്ക്. എന്നിട്ട് നിനക്ക് അഹങ്കാരമുണ്ടോ എന്ന് നീ തന്നെ നോക്ക്. നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് താഴെയാണോ? നെരിയാണിക്ക് താഴെയാണോ? അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല, അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ലാ യദ്ഖുലൂനൽ ജന്ന, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇടുന്നത് അഹങ്കാരത്തിന്റെ അടയാളവാ. മുണ്ടൊന്നും എല്ലാരും പൊക്കി കൊടുത്തിട്ടിരിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.